ലോ ബജറ്റ് വീടുകൾ കാണിക്കുന്നില്ല എന്നാണ് പരാതി. ലോ ബജറ്റ് വീടെന്ന് പറഞ്ഞാൽ 4 സെൻറ്റിൽ 1800 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ്. ഈ ഒരു സ്പെക്കിൽ നമ്മൾ സാധാരണ കാണിക്കുന്ന വീടുകളെ അപേക്ഷിച്ച് നല്ല വിലക്കുറവിൽ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങിയെടുക്കാം. നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് തച്ചോട്ടുകാവ് ജംഗ്ഷനിൽ നിന്ന് അന്തിയൂർക്കോണം പോകുന്ന ആ റോഡ് വരുമ്പോഴത്തേക്കും മൂങ്ങോട് ജംഗ്ഷൻ വരും. മൂങ്ങോട് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് കാണുന്ന വഴി അവിടെ കിള്ളിയിലേക്ക് പോകുന്ന റോഡെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും. ആ റോഡ് കയറി കുറച്ചൊന്ന് വരുമ്പം വീണ്ടും ഇടത്തോട്ട് കാണുന്ന റോഡെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താം. ഇവിടെ കുറേയധികം വീടുകൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ എല്ലാ വീടുകളും ഓക്കുപ്പൈഡ് ആണ്. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. എങ്ങനെയാ വെച്ചാൽ വീടുകൾ വാങ്ങി ചുമ്മാ തട്ടിരിക്കുമല്ല, എല്ലാ വീടുകളിലും താമസക്കാരുണ്ട്. ഈ കാണുന്ന വീട്ടിലും എല്ലാം താമസക്കാരുണ്ട് കേട്ടോ. നമുക്കിനി ഇതാ ഈ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഈ വീട് നമ്മുടേത് ജസ്റ്റ് ഇപ്പം പണി തീർന്നതേ ഉള്ളൂ. ആ രീതിയിൽ വരുന്ന 4 ബെഡ്റൂം വീടാണ് വിൽപ്പനയ്ക്കുള്ളത്. നമുക്ക് ഈ ഒരു ലൊക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഒത്തിരിയധികം ഡെവലപ്മെൻറ്റ്സ് ആണ് നമുക്ക് ചുറ്റുവട്ടത്തായിട്ട് നടക്കുന്നത്. ഇവിടെ നിന്ന് തച്ചോട്ടാവ് ജംഗ്ഷനിലേക്ക് ഏകദേശം 2.5 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. അതുപോലെ തന്നെ മലയൻകീഴ് പെട്ടെന്ന് കയറാൻ സാധിക്കും. മലയൻകീഴ് നമുക്ക് മലയൻകീഴും തച്ചോട്ടുകാവും എല്ലാം ബേസ് ചെയ്തിട്ടുള്ളൊരു ടൗൺഷിപ്പാണ് റിംഗ് റോഡുമായിട്ട് ബന്ധപ്പെട്ട് വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം വരുന്നതിനനുസരിച്ച് അത്യാവശ്യം നല്ലൊരു ഹൈലൈറ്റ് ലൊക്കേഷനാവും. നമുക്കിവിടെ നിന്ന് സിറ്റിയിലേക്കും പെട്ടെന്ന് കയറാം. പിന്നെ ഇപ്പോൾ കാട്ടാക്കടയും ഒത്തിരി പ്രോജക്ട്സൊക്കെ അനൗൺസ് ചെയ്തപ്പോഴത്തേക്കും കാട്ടാക്കടയുടെ കളറും ഭയങ്കരമായിട്ട് അങ്ങ് മാറി വരുവാണ് കേട്ടോ. കാട്ടാക്കടയിൽ നിന്ന് വളരെ അടുത്താണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി കിടപ്പുള്ളത്. അപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ നടന്നുണ്ടെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും വന്നെത്താൻ പറ്റുന്ന ലൊക്കേഷൻ. ഈ കാണുന്ന പോലെ കവേർഡായിട്ടുള്ളൊരു കാർ പാർക്കിംഗ് സ്പേസ് വരും. ഈ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു വണ്ടി കയറ്റി പാർക്ക് ചെയ്യാം. വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണർ ഒരുക്കിയിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം വരുന്നത്. മുൻവശത്തുള്ള കട്ടള വാതിൽ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് പ്ലാവൻ തടിയിലാണ്. നമുക്കിനി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. നമ്മൾ കയറി വരുമ്പോൾ ഇങ്ങനെ ഒരു കോമൺ സ്പേസ് ആണ്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ TV യൂണിറ്റ് സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് വരും. കോമൺ സ്പേസ് വീണ്ടും എക്സ്റ്റെൻഡായി ഇതുവരേക്കും വരുവാണ്. സ്റ്റെയറിൻ്റെ അടിയിലേക്കുള്ള സ്പേസ് ഫുള്ളായിട്ട് അടച്ചിട്ടെടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ കിച്ചൺ വരും. നമുക്ക് കിച്ചണിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം സ്ലാബ് ചെയ്ത് അതിന് മേളിലേക്കാണ് സ്റ്റോറേജ് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ആയാലും അത് തന്നെയാണ് കേട്ടോ. സ്ലാബ് ചെയ്തിട്ട് അതിൻ്റെ അടിയിലേക്ക് നമുക്ക് ഫുള്ളായിട്ട് അടച്ചിട്ടെടുത്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനും ഉണ്ട്. പിൻവശത്ത് ഇൻ കേസ് നിങ്ങൾക്ക് ഒരു വർക്ക് ഏരിയയും കൂടെ ചെയ്യണമെങ്കിൽ തന്നെയും നമുക്കിവിടെ സ്ഥലം കിടപ്പുണ്ട്. ഇവിടെ ഇങ്ങനെ വീതിക്ക് തന്നെ സ്ഥലം കിടപ്പുണ്ട്. നമ്മുടെ കിച്ചണിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് ഇതുപോലെ ഒരു കൗണ്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ കൗണ്ടറിൻ്റെ മേളിലേക്കും നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ചെറിയ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 4 ബെഡ്റൂംസ് ആണ് വരുന്നത്. അതിൻ്റെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂം ഉണ്ട്. അതൊരു ഹൈലൈറ്റ് ആണ്. ആ രീതിയിൽ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ കാണുന്ന പോലെ സ്റ്റോറേജ് കബോർഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്ക് ക്ലോസറ്റൊക്കെ വരുന്നത് സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ അടുത്ത ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ട് വരും. ഇതിലായാലും കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. സീലിങ്ങിലെല്ലാം തന്നെ നീറ്റായിട്ടുള്ള വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത് സിമിലർ ഫിറ്റിംഗ്സ് ആണ്. സെറയുടെ ഫിറ്റിംഗ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ സ്റ്റേഴ്സിലേക്ക് ഇങ്ങനെയുള്ള പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റെയിലിംഗ് എല്ലാം തന്നെ വുഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. വുഡിൽ ചെയ്ത വർക്കുകൾ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. സീലിംഗിലേക്ക് നോക്കി ഇവിടെ നിന്ന് നല്ലതുപോലെ നാച്ചുറലായിട്ടുള്ള പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ട്. മേളിൽ കയറി വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു കോമൺ സ്പേസ് കാണാം. ആ കോമൺ സ്പേസിൽ നിന്ന് നമുക്ക് 2 ബെഡ്റൂമിലേക്കും ഒരു ബാൽക്കണി, ഓപ്പൺ ടെറസ്, ഈ രീതിയിലാണ് എൻട്രൻസ് വരുന്നത്. നമ്മുടെ ഈ വീട്ടിലെ ഏറ്റവും വലിയൊരു ബെഡ്റൂം ഇതാണ് കേട്ടോ. ശരിക്കും ആ ഒരു ലിവിങ് സ്പേസിൻ്റെ അത്രയും തന്നെ വളരെ വലിപ്പമുള്ള വലിയൊരു ബെഡ്റൂമാണ്. ഇവിടെ ആണെങ്കിൽ 4 പാളിയിലെ വലിയൊരു കബോർഡ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഡ്രസ്സിംഗ് ടേബിൾ, താഴെ ഡ്രോയർ, അങ്ങനെയുള്ള സ്റ്റോറേജ് ഒരുക്കിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 2ാമത്തെ ബെഡ്റൂം വരും. ഇത് വരുന്നത് താഴത്തെ നിലയിൽ നമ്മൾ കണ്ട ആ ഒരു 2ാമത്തെ ബെഡ്റൂമിൻ്റെ ആ ഒരു സെയിം ലേഔട്ടാണ്. ആ രീതിയിൽ അതേ വലിപ്പത്തിലുള്ള റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇത് നമ്മുടെ പിൻവശത്തേക്കുള്ളൊരു ഓപ്പൺ ടെറസാണ്. ഈ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുണി നനയ്ക്കാനുള്ള കല്ലും സൗകര്യമെല്ലാം ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം വാഷിംഗ് മെഷീൻ ഇവിടെ ആയിട്ട് വയ്ക്കാം. വാഷിംഗ് മെഷീൻ വെച്ച് കഴിഞ്ഞാലും ഇൻ കേസ് ഇനി കൈക്ക് നനയ്ക്കണമെന്നുള്ളത് ഇവിടെ ഇട്ട് തന്നെ നനച്ച് മെഷീനിലേക്കും കയറ്റിയിടാവുന്നതാണ്. ഇതാണ് നമ്മുടെ പിൻവശത്തേക്കുള്ള വ്യൂ. ഇവിടെ ഫുള്ളായിട്ട് വീടുകളായി. എല്ലാ വീട്ടിലും താമസക്കാരുണ്ട് കേട്ടോ. ഇത് നോക്കിയാൽ മനസ്സിലാവും. വണ്ടികളും അല്ലെങ്കിൽ തുണിയൊക്കെ നനച്ച് ഉണക്കാനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ രീതിയിൽ എല്ലാ വീടുകളിലും താമസക്കാരുള്ള ലൊക്കേഷനാണ്. ഇപ്പോൾ ചില ആൾക്കാരെ നമ്മളിതുപോലെ പ്രോജക്റ്റിനകത്തൊക്കെ വീട് വാങ്ങി
തുടങ്ങിയിട്ട് പല വീടുകളിലും NRIസോ ചുമ്മാ ഒരു രസത്തിനൊക്കെ വാങ്ങിയിട്ടിരിക്കുന്ന വീടുകളുണ്ട്. ഇത് അങ്ങനെയല്ല, എല്ലാത്തിലും താമസക്കാരുണ്ട്. നമ്മുടെ ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് വരുമ്പോഴത്തേക്കും ബാൽക്കണി എന്ന് പറയാൻ പറ്റത്തില്ല. ബാൽക്കണിയിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇങ്ങനെ വന്ന് വലിയൊരു ഓപ്പൺ ടെറസിലേക്കാണ് പോകുന്നത്. നമ്മുടെ കാർ പോർച്ചിൻ്റെ മേളിലത്തെ ആ ഒരു സ്പേസാണ്. ഇവിടെ ഫുള്ളായിട്ട് ഇങ്ങനെ റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. നമുക്കൊരു ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ നിന്ന് തന്നെ കണ്ടക്ട് ചെയ്യാം. ആ രീതിയിലാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് വരുന്നത്. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില 63 ലക്ഷം രൂപയാണ്. എങ്ങനെയുണ്ട്? അടിപൊളി പ്രൈസ് അല്ലേ? കാരണം തച്ചോട്ടുകാവ് നിന്ന് നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസിൽ സാധാരണഗതിയിൽ 1800 സ്ക്വയർ ഫീറ്റിന് മേളിലോട്ട് വരുന്ന വീടുകളെല്ലാം പ്രൈസ് ചോദിക്കുന്നത് 75-80 ലക്ഷം രൂപ റേഞ്ചിലാണ് നോർമലി ചോദിക്കുക. അതിൽ പിന്നെ ഭയങ്കരമായിട്ടുള്ള വർക്കൊക്കെ ഉണ്ടെങ്കിൽ 90-ന് മേളിലോട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഇതിന് ചോദിച്ചിരിക്കുന്ന പ്രൈസ് 63 ലക്ഷം രൂപയാണ്. നല്ലൊരു ഡീലാണ്, മിസ്സാക്കല്ലേ. വേഗം ഉടമയെ വിളിച്ച് ഡീലായിക്കുക.